അതിലേക്ക് ജീരകപ്പൊടി കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അടിപൊളി ഒരു ഡ്രിങ്ക് തയ്യാറാണ് കേട്ടോ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോവുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കുറച്ച് റാഗിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് റാഗി വെച്ചിട്ട് നമ്മളൊരു നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ ഒരു നല്ല സമ്മറൊക്കെ അല്ലേ, അപ്പോൾ സമ്മറിന് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാം. ഓക്കെ, ശരി, വരൂ വീഡിയോയിലേക്ക് പോവാം. ഇത് ഉണ്ടാക്കാനായി 2 വലിയ തവി റാഗിയാണ് എടുക്കണം കേട്ടോ. ഏകദേശം ഒരു 50 ഗ്രാം ടു 75 ഗ്രാം വരെ വരും. അതിനെ ഒന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത്, ഇത് ഇൻസ്റ്റൻ്റായിട്ടാണ് ചെയ്യാൻ പോണത്. ഒന്ന് അരയ്ക്കുക കേട്ടോ. ഒന്ന് അരച്ച ശേഷം അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലോണം പേസ്റ്റാക്കുക. എന്നിട്ട് അതിനെ ഒന്ന് നല്ലതായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്ത ശേഷം ഇങ്ങനെയാണ് നുറുക്ക് കുട്ടികൾക്കും കൂടി, ചെറിയ ജനിച്ച കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പക്ഷേ അതിലേക്ക് ഇഞ്ചി പച്ചമുളകൊന്നും ഇടില്ല എന്ന് മാത്രം. ഇൻസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അല്ലെങ്കിൽ ഇതിനെ ഉണ്ടാക്കിയെടുത്ത് അതിനെ ഉണക്കി വെക്കുകയും ചെയ്യും എല്ലാവരും. ഓക്കെ, അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മധുരം വേണ്ടവർക്ക് പഞ്ചസാര, പാല് ഒക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഇന്ന് ഞാൻ സാൾട്ടിയാണ് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, സോ ഉപ്പിട്ടിട്ട് അതിനെ ഒന്ന് നല്ലോണം ഇളക്കി ഇതുപോലെ കുറുക്കിയെടുക്കുക കേട്ടോ. നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് കട്ട വരികയാണെങ്കിൽ അത് പ്രോപ്പർ കറക്റ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കട്ട തട്ടില്ല. അഥവാ കട്ട വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ രണ്ടാമത്. ഇതിൽ കട്ടയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ നല്ലോണം ആയിക്കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇതിൽ മധുരവും പാലും ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ കൽക്കണ്ട ഇടുക, ഇട്ടിട്ട് കുറച്ച് നെയ്യും ഇട്ടിട്ട് കൊടുക്കുക ഈ സ്റ്റേജിൽ. അങ്ങനെ കോരി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഡ്രിങ്കല്ലേ തയ്യാറാക്കാൻ പോണത്. ഓക്കെ, അതുകൊണ്ട് ഞാനൊരു പാത്രത്തിൽ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം അതിനെ ഒന്ന് ഉടച്ചെടുക്കുക. കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നമുക്ക് കുടിക്കണ്ടേ, അപ്പോൾ കട്ട ഉണ്ടെങ്കിൽ നന്നായിരിക്കില്ല. അതിലേക്ക് ഈ അരച്ച് കുറുക്കി വെച്ച റാഗി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് നന്നായി ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ആവണം, അല്ലെങ്കിൽ നന്നായിരിക്കില്ല തൈരില്ല കേട്ടോ. പിന്നെ പോരാത്ത ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വേണ്ടവർക്ക് ഐസ് ഇടാം. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വാസന ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിവിടെ അതിനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഇവിടെ ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. വലിയ ഉള്ളി എടുക്കരുത്. നല്ല കുനുകുനേന്ന് മുറിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഇന്ന് കരിവേപ്പിലയാണ് ആഡ് ചെയ്യണം. മല്ലിയില ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, ബെസ്റ്റായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നല്ല ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറായി കഴിഞ്ഞു. അതിനെ ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ച ശേഷം നിങ്ങൾക്ക് ഐസ് വേണമെങ്കിൽ ഇടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കുക. ഓക്കെ, ഈ സമ്മറിന് അടിപൊളി ഒരു ഡ്രിങ്കാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വയറിനും എല്ലാത്തിനും നല്ലതാണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.